ഓള് മതില് വീണതാണ്, ഇവർക്ക് ആക്സിഡന്റ് ഉണ്ടായതാണെന്ന് ഓല് പറഞ്ഞിട്ടില്ല. ഇത് പറഞ്ഞത് ഇവൾക്ക് അതിന്റെ ഫസ്റ്റ് എയ്ഡ് ഒക്കെ ടൈമിൽ കിട്ടാത്തതുകൊണ്ട് ഓളിപ്പോ സീരിയസ് ആയിട്ട് ഓളവിടെ കോയമ്പത്തൂര് അഡ്മിറ്റ് ആയി കിടക്കാണ്. അപ്പൊ ഓക്ക് സർജറി, അതായത് ഓക്ക് ഓരോ മണിക്കൂറാണ് ഓക്ക് ഒരു സർജറി കഴിഞ്ഞു. അത് 6-7 ലക്ഷം റുപ്യന്റെ സർജറികളാണ് ഓളത് കഴിഞ്ഞത്. ഓരോ മണിക്കൂറിൽ 15 വയസ്സുള്ള ഓക്ക് പെയിൻ കില്ലർ കൊടുത്തോണ്ടിരിക്കാണ്. അത്ര ചെറിയ കുട്ടിക്ക് ഉറങ്ങാൻ പോലും ഒക്കെ വെക്കണില്ല. ഓള് ആർത്ത് കരയാണ്. ഞങ്ങളൊപ്പം ഇരുന്ന് പഠിക്കണ കുട്ടീന്റെ അവസ്ഥയാണത്. എന്നിട്ട് ഞങ്ങളിപ്പോ ഇതിനെതിരെ പ്രതികരിക്കാണ്. പിന്നെ ഇതേപോലെ തന്നെ ഞങ്ങളിങ്ങനെ പറഞ്ഞു, ഇങ്ങനെ വണ്ടി കയറ്റാൻ പറ്റൂല എന്ന് പറഞ്ഞപ്പോ മാനേജ്മെന്റ് ഒക്കെ പക്കായിട്ട് എല്ലാം ശരിയാക്കി പറഞ്ഞു. പക്ഷെ ടീച്ചേഴ്സാണ് പ്രശ്നം. സഹകരണ എന്ന് പറഞ്ഞത് 2 പൊട്ടെന്നാണ്. പിന്നെ അവർക്ക് പെരക്കാർക്ക് അവിടെ നിർത്താനൊരു ഇതില്ലാത്തതുകൊണ്ട് ഒരു KPM കൊണ്ടുപോയപ്പോഴാണ് 3 പൊട്ടും തലച്ചോർക്ക് പോണ ഒരു നരമ്പിന് ക്ഷത ഉണ്ട് എന്ന് പറയുന്നത്. അപ്പൊ ഒരു പറഞ്ഞു പെട്ടെന്ന് ഇതിന്റെ സർജറി കഴിഞ്ഞിട്ടില്ലെങ്കിൽ കുട്ടീന്റെ കാലിന്റെ ചലനം നിൽക്കും, കാല് മുറിച്ച് മാറ്റേണ്ടി വരും എന്നാ പറഞ്ഞത്. അതുകൊണ്ട് ഒരു പെട്ടെന്ന് പോയതാണ് കോയമ്പത്തൂർക്ക്. അവിടുന്ന് ഇപ്പോ ഇത് കഴിഞ്ഞു, സർജറി കഴിഞ്ഞുകാണ്ട് സർജറി ചെയ്ത ഭാഗം തുന്നിയിട്ടില്ല. ആ പ്ലാസ്റ്റർ ഇട്ടുകാണ്ടായിക്ക് കമ്പി കുത്തിയിറക്കി വെച്ചിട്ടാണ്. അത് 5 കമ്പി ഉണ്ട്. ടീച്ചർ ഞങ്ങളടുത്ത് തെറ്റുള്ള പോലെ തന്നെ ടീച്ചേഴ്സ് സംസാരിക്കും. ടീച്ചേഴ്സ് ഞങ്ങളോട് ചോദിക്കാണ് എല്ലാ പ്രശ്നത്തിനും നിങ്ങൾ ഉണ്ടല്ലോ എന്ന്. വണ്ടി ഓടിച്ച് വണ്ടി കുത്തിയതൊക്കെ ഞങ്ങളാ. അങ്ങനെ ഞങ്ങളെ ഭാഗത്ത് തെറ്റുള്ള പോലെയാണ് ടീച്ചേഴ്സ് ഞങ്ങളോട് പെരുമാറുന്നത്. ഇവര് ആ ഡോക്ടർ മിർഷനോട് പറയണേ, ഇത് ഒന്നും കണ്ടിട്ടില്ല, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല. അതിനെ ടീച്ചറെ ബ്രദർ പറയാണ്, എനിക്കൊരു പ്രശ്നം ഉണ്ടായിട്ടില്ല, ഒന്നും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഈ പറയണെന്ന് ഒരു കേസും ഇല്ല എന്നുള്ള രീതിയിൽ ഒപ്പിട്ട് കൊടുക്കണം എന്ന് മിർഷന്റെ പാരന്റ്സിനോട് ഓല് പറഞ്ഞു. അങ്ങനെ ഇവരെങ്ങാനും ഒപ്പിട്ട് കൊടുത്തില്ലെങ്കിൽ മിർഷക്കുള്ള കോമ്പൻസേഷനും ഉണ്ടാവില്ല, കേസും ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. എല്ലാ വീട്ടുകാർക്കും ഇപ്പൊ ടീച്ചേഴ്സിന്റെ പോലെ ടീച്ചേഴ്സിന്റെ ബ്രദർ ഡോക്ടർ, ടീച്ചർക്ക് അങ്ങനെ നല്ല ജോലി, എല്ലാ വീട്ടുകാർക്കും അതിന് കഴിയണമെന്നില്ലല്ലോ. വലിയ വലിയ എമൗണ്ടിന്റെ ഓപ്പറേഷൻസ് ഒക്കെയാണ് ഓൾക്ക് വരുന്നത്, മിർഷക്ക് ചെയ്യാൻ വരുന്നത്. ഒന്ന് കഴിഞ്ഞു, ഇനി ഒക്കെ ഇഷ്ടംപോലെ സർജറി ഉണ്ട്. 6 മാസമൊക്കെ റെസ്റ്റാ. ഇതിലൊക്കെ ഉള്ള ക്ലാസ് ഒക്കെ മിസ്സാവാണ്. ഇവൾക്കുള്ള കോമ്പൻസേഷൻ കിട്ടണം. അതേമാതിരി ക്ലാസ് കിട്ടണം. വണ്ടി കയറാൻ പാടില്ല. പിന്നെ ഇതിന്റെ കോമ്പൗണ്ടിക്ക് ഒരു വണ്ടി കയറാൻ പാടില്ല. കാരണം ഇനി ഓക്ക് പറ്റിയ പോലെ വേറൊരു കുട്ടിക്ക് ഈ സ്കൂളിന്റെ ഉള്ളിൽ നിന്ന് പറ്റരുത്. കഴിഞ്ഞ വർഷം ഞങ്ങള് ലഞ്ച് ബ്രേക്കിന് ഈ ബോയ്സ് ഒക്കെ പൊതുവെ സ്കൂൾ ഗ്രൗണ്ടില് ഫുട്ബോൾ കളിക്കുമല്ലോ. കഴിഞ്ഞ പ്രാവശ്യം ലഞ്ച് ബ്രേക്കിന് കുട്ടികളെ ഉള്ളിൽ കയറ്റി. എന്ത് പറഞ്ഞാണ്ടോ സ്കൂളിൽ നിർത്തിയിട്ട വണ്ടിയാളുമേ ബോൾ തട്ടുണ്ട് പറഞ്ഞാണ്ട് ഞങ്ങളെ ബാസ്കറ്റ് ബോൾ ഗ്രൗണ്ടില് കുട്ടികൾ കളിച്ചിട്ട് ബോൾ തട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റി. അതിലൊക്കെ എന്ത് ന്യായമുള്ളത്? ഗ്രൗണ്ട് ഞങ്ങൾക്ക് കളിക്കാനുള്ള ഗ്രൗണ്ടിൽ ഓല് പാർക്ക് ചെയ്തോലെ വണ്ടിമ തട്ടുണ്ട് എന്ന് പറഞ്ഞാണ്ട് കുട്ടികളെ ഉള്ളിലേക്ക് കയറ്റി ലഞ്ച് ബ്രേക്ക് ഒഴിവാക്കിയിട്ട്. ആ വണ്ടിമ തട്ടിയപ്പോഴുള്ള കേസ് പോലും ഇല്ല. ഒരു കുട്ടീനെ വണ്ടി തട്ടിയപ്പോ ഒരു സ്കൂളിലെ റെപ്യൂട്ടേഷൻ ആണ് വലുത്. ഇപ്പൊ തന്നെ ഞങ്ങളിത് ചെയ്തപ്പോ ഇവര് പറഞ്ഞത്, നിങ്ങൾ ഇവിടെ ഇങ്ങനെ പുറത്ത് നിന്നാല് ആൾക്കാരെന്താ വിചാരിച്ച സ്കൂളിനെ പറ്റിയെന്നാ, അല്ലാതെ ആ കുട്ടിക്ക് എന്താ പറ്റുന്നല്ല ഓരോ വിചാരം. ഹലോ മൈ ഡിയർ പ്രിയപ്പെട്ടവരെ, ലേഡീസ് ആൻഡ് ജെന്റിൽമാൻ, എല്ലാവർക്കും നമ്മുടെ ചിന്ത ചാനലിലേക്ക് സുസ്വാഗതം. ഞാൻ അനീഫ കട്ടുപ്പാറ. ഗുരു എന്ന് പറഞ്ഞാൽ നമുക്ക് ഗുരുവാണ്. ഗുരുവിനെ വണങ്ങണം, ഗുരുവിൻ്റെ ഗുരുത്വം വാങ്ങണം. പക്ഷെ ഗുരുവാവണം. എൻ്റെ നിഗമനത്തിൽ പറഞ്ഞാൽ ഇപ്പം മലപ്പുറത്തിൻ്റെ ഒരു ഒരുമുണ്ട്, മലപ്പുറത്തിന് ഒരു സ്വാദുണ്ട്, മലപ്പുറത്തിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ട്. മലപ്പുറത്തിൻ്റെ ഒരു ഒരുമ. അപ്പോൾ നമ്മളിവിടെ കൂടുതൽ ഉദ്യോഗസ്ഥരൊക്കെ എൻ്റെ നിഗമനത്തിലാണ് ഞാൻ പറയുന്നത്, അനന്തര ജില്ലയിൽ നിന്നുള്ളായിരിക്കും, അല്ല സ്റ്റേറ്റുകാരെ പുറത്തുള്ളവരൊക്കെ ആയിരിക്കും. അവർക്ക് ഈ ഒരുമ കിട്ടാൻ പ്രയാസമാണ്. അതാണ് മലപ്പുറത്തിൻ്റെ ഒരുമയും പെരുമയും. ഒരു ബെഞ്ചിലിരുന്ന് പഠിക്കുന്ന കുട്ടികൾക്ക്, ഒപ്പം ഇരുന്ന് പഠിക്കുന്ന കുട്ടിക്ക് ഒരു അത്യാഹിതം വരുമ്പോൾ ആ കുട്ടികളെ കുറിച്ച് ഗുരുവിൻ്റെ സൈഡിൽ നിന്ന് പറയാൻ ആ കുട്ടികൾക്ക് കഴിയില്ല. അതിന് നേർസാക്ഷ്യമാണ് ഈ കാണുന്നത് താഴെ. കാര്യങ്ങൾ ആ ഗുരു കരുക്കൾ എങ്ങനെ വളച്ചൊടിച്ച് നീക്കിയാലും അതിന് കൂടെ കൈവിരലും പിടിച്ച് നടക്കുന്ന ഒരു ബെഞ്ചിലിരിക്കുന്ന കുട്ടികൾ സമ്മതിക്കില്ല എന്നതിൻ്റെ നേർസാക്ഷ്യമാണ്. കുട്ടികൾക്ക് 1000 ബിഗ് സല്യൂട്ട് നമ്മൾ നൽകണം. കാര്യങ്ങൾ അതിൻ്റെ ഭാവിയിൽ വരാനുള്ള കാര്യങ്ങളെ പ്ലാൻ ഇട്ടുകൊണ്ടായിരിക്കും ഒരു പക്ഷേ ഈ ഗുരുവും ആ ഗുരുക്ക് കൂട്ടുനിന്നവരൊക്കെ ഇതിന് വളരെ മ്ലേച്ഛമായ കാര്യങ്ങളാണ് ചെയ്യുന്നത്. വളരെ മോശമായ കാര്യങ്ങൾ. നമ്മളെ മലപ്പുറത്തിൻ്റെ നടുക്ക്, മലപ്പുറം മണ്ണിൽ അതിൻ്റെ കാര്യങ്ങൾ വളച്ചൊടിച്ചതിൻ്റെ കരുക്കൾ നീക്കിയതൊക്കെ കുട്ടികൾ വളരെ പച്ചയായിട്ട് പറയുന്നുണ്ട്.
അവിടെ കുട്ടികളെ കളിക്കാൻ വേണ്ടി തയ്യാറാക്കിയ സ്ഥലത്ത് വണ്ടി നിർത്തുമ്പോൾ വണ്ടിയിലേക്ക് പന്ത് തട്ടുമ്പോൾ കുട്ടികൾ അതിൻ്റെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അപ്പോൾ ഗുരു ഇരിക്കുന്നിടത്ത് ഗുരു ഇരുന്നില്ലെങ്കിൽ അവിടെ ഗുരുവാവും. മലപ്പുറം മക്കളെ ഒരുമ തകർക്കാനേ നിങ്ങളെ ഒരു കരുക്കളും വിലപ്പോവില്ല. കുട്ടികൾക്ക് സോഷ്യൽ മീഡിയ 1000 ബിഗ് സല്യൂട്ട് നൽകണം. ഓക്കെ.